ഇനി നമ്മൾ പോകുന്നത് മധ്യകേരളത്തിൽ നിന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. കൊച്ചിയിൽ നിന്ന് ആൻമരിയ ചേരും. ആൻമരിയ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ മധ്യകേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ്? ഈ സ്പാർക്കിലെ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയുകയാണല്ലോ. ഗുഡ് മോർണിംഗ്. പ്രധാനമായിട്ടും ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയിൽ നിന്നുള്ള ആ വിധി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് മധ്യകേരളത്തിലുള്ളത്. മറ്റൊന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കൊച്ചിയിലേക്ക് എത്തുന്നു. ഈ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് ഈ മധ്യകേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിലനിൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്പാർക്കിലെ വിവരങ്ങൾ ചോർത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാരിനെതിരെ നൽകിയിരിക്കുന്ന ഹർജി, ഈ ഹർജിയിൽ ഇന്ന് ഹൈക്കോടതി വിധി പറയുകയാണ്. രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായിട്ട് വിവരങ്ങൾ ചോർത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നത്. അത് തന്നെയായിരുന്നു ഹൈക്കോടതിയിലെ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം. ഈ വിവരങ്ങൾ ചോർത്തി അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചു എന്നുള്ളതും. എന്നാൽ ഇതിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ടല്ല സർക്കാർ ഉദ്യോഗസ്ഥർ അത് ജോലിയോടെ അവർ ചെയ്തിരിക്കുന്നതിന്റെ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വിവരങ്ങൾ നൽകിയത്, അല്ലെങ്കിൽ സന്ദേശം അയച്ചത് എന്നുമായിരുന്നു സർക്കാർ നൽകിയിരിക്കുന്നതും. അതിൽ സത്യവാങ്മൂലവും സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണയെല്ലാം ഈ കേസ് പരിഗണിക്കുന്ന സമയത്താണെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ വിവരങ്ങൾ ചോർത്തുകയല്ല ചെയ്തതെന്നടക്കമുള്ള കാര്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരികയും ഇനി ആ രീതിയിലൊന്നും ഉണ്ടാവുകയില്ല എന്ന് എഴുതി നൽകണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു. ഇന്ന് ഈ ഹർജിയിൽ ഇന്ന് ഹൈക്കോടതിയുടെ വിധി വരികയാണ്. ജസ്റ്റിസ് ബെച്ചു കുര്യന്റെ ബെഞ്ചാണ് ഈ കേസിൽ ഇന്ന് വിധി പറയുകയും ചെയ്തത്. മറ്റൊന്ന്, ഈ എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലേക്ക് എത്തുകയാണ്. കൊച്ചിയിലാണ് അദ്ദേഹത്തിന്റെ പരിപാടി. രാവിലെ 11:00 അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്ന അദ്ദേഹം നേവൽ ബേസിലുള്ള ഹെലിപ്പാഡിലേക്ക് വന്നിറങ്ങും. അവിടെ നിന്ന് റോഡ് മാർഗമായിരിക്കും അദ്ദേഹം പരിപാടികളിലേക്ക് എത്തുന്നത്. 3 പ്രധാനപ്പെട്ട പരിപാടികളാണ് അദ്ദേഹത്തിനുള്ളത്. ഒന്ന്, ആദ്യം മറൈൻ ഡ്രൈവിലായിരിക്കും നടക്കുന്നത്. ധീവരസഭയുടെ ജൂബിലി ആഘോഷം, ഗോൾഡൻ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടിയിലായിരിക്കും അദ്ദേഹം ആദ്യം പങ്കെടുക്കുന്നത്. അതിനുശേഷം അവിടെ നിന്നും റോഡ് മാർഗം അത് സ്റ്റേഡിയത്തിലേക്ക് വരും. സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് മറ്റ് പൊതുപരിപാടികളെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയും സ്റ്റേഡിയത്തിലായിരിക്കും നടക്കുക. അവിടെയായിരിക്കും റോഡ് ഷോയും അദ്ദേഹത്തിന്റെ ഉണ്ടാവുക. അതിനുശേഷം ഈ കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിലായിരിക്കും വിവിധ പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നത്. അത് മാറ്റം തുടങ്ങാം, വികസിത കേരളം മോദിക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ പരിപാടികൾ, ഈ ഔദ്യോഗിക പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ തവണ നരേന്ദ്രമോദി കേരളത്തിൽ വരുന്ന സമയത്ത്, പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്ന സമയത്ത് തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹത്തിന്റെ പരിപാടി. ആ സമയത്ത് വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആ രീതിയിലുള്ള ഒരു വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത്തവണ എന്തായിരിക്കും അദ്ദേഹം പ്രഖ്യാപിക്കാൻ പോകുന്നത്, ഏതൊക്കെ പദ്ധതികളായിരിക്കും കേരളത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ, അത് ഏറെ ആകാംക്ഷയോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയുമാണ് കേരളം കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയായിരിക്കും അവിടെ പ്രഖ്യാപിക്കുക, അതോടൊപ്പം തന്നെ എൻഡിഎയുടെ പ്രകടന പത്രിക പ്രഖ്യാപിക്കുന്നു. ഈ രീതിയിലുള്ള ഔദ്യോഗിക പരിപാടികളായിരിക്കും അന്ന് അവിടെ നടക്കുന്നത്. അതിനുശേഷം എൻഡിഎയുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. ഇന്ന് മുതൽ ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി 10 മണിക്ക് ശേഷം ഭാരവാഹനങ്ങളൊന്നും പ്രവേശിപ്പിക്കരുത് എന്നുള്ള കാര്യം പോലീസ് അറിയിച്ചിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണ ഭാഗമായിട്ട് നാളെ രാവിലെ മുതലും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഈ ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ഈ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് മധ്യകേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.